ബഹുമാനപ്പെട്ട നമ്മുടെ ജാഥ ക്യാപ്റ്റൻ ശ്രീ വി ഡി സതീശൻ, നമ്മുടെ അധ്യക്ഷൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വേദിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, നമ്മുടെ പാർട്ടി നേതാക്കളെ, കടകക്ഷി നേതാക്കളെ, ഇപ്പൊ വന്ന് നമ്മുടെ ഈ വേദി ചേർന്ന സുരേഷ്, ഇവിടെ ഇരിക്കുന്ന കോട്ടയത്തിന്റെ മഹാജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഒരു പക്ഷേ ചിലർ കേട്ടിട്ടുണ്ടാവും, എനിക്ക് ചെറിയൊരു വീഴ്ച ഉണ്ടായി പാർലമെന്റ് ഇറങ്ങുമ്പോൾ 2 ആഴ്ച വീൽ ചെയറിലായിരുന്നു, അതുകൊണ്ട് നേരത്തെ വരാൻ സാധിച്ചില്ല. പക്ഷെ ഇന്ന് വലിയ അഭിമാനത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലിലൊരു ചെറിയൊരു കാസ്റ്റ് ഇട്ടിട്ടാണ് അടുത്ത 2-3 ആഴ്ച നടക്കേണ്ടത്. പക്ഷെ നിൽക്കാൻ ബുദ്ധിമുട്ടില്ല. UDF-കാർക്ക് അറിയാം വീട് കഴിഞ്ഞാൽ എങ്ങനെ നിന്ന് നടക്കുകയാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ നിങ്ങളൊപ്പം എത്തിയിരിക്കുന്നത്. ശ്രീ വി ഡി സതീശനോട് ഞാൻ ആദ്യം ഒരു ഭയങ്കര ഒരു കൺഗ്രാചുലേഷൻസ് പറയട്ടെ. അദ്ദേഹം കാസർഗോഡിൽ ആരംഭിച്ച ഈ യാത്ര എന്ത് നല്ല ആവേശത്തോടെയാണ് കോട്ടയം വരെ എത്തിയിരിക്കുന്നത്. ഞാൻ എല്ലാവരും കേൾക്കുന്നത് നമ്മുടെ പ്രതീക്ഷയിലും കാട്ട് കൂടുതൽ ജനങ്ങളുടെ സാന്നിധ്യം, ജനങ്ങളുടെ ആവേശം, എല്ലാവരും നിങ്ങളെപ്പോലെ ഇവിടെ അദ്ദേഹത്തിന്റെ സന്ദേശം കേൾക്കാൻ വരികയാണ്. UDF ഈ നാടിനെ വീണ്ടും നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതാണ് ഈ പുതിയ യാത്രയുടെ സന്ദേശം ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അതാണ് നിങ്ങളുടെ മുഖത്തിൽ ആ പ്രതീക്ഷ നമ്മൾ കാണുന്നത്. 10 വർഷം കഴിഞ്ഞ് നമ്മൾ എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ സ്ഥിതി എന്തായിട്ടുണ്ടെന്ന്. എനിക്ക് ദുഃഖത്തോടെയാണ് പറയാനുള്ളത്. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലോകം മുഴുവൻ സംസാരിച്ച് എഴുതി നടന്നൊരു കാര്യമായിരുന്നു. ആ കേരള മോഡൽ ഇപ്പോൾ ഒരു കടത്തിന്റെ മോഡലായി മാറി വന്നിട്ടുണ്ട്. ഈ 10 വർഷക്കാലം ഈ ലെഫ്റ്റ് സർക്കാർ വെറും കടം വാങ്ങി എടുത്തിട്ട് ഇപ്പൊ ഒരു ബാങ്ക്രപ്റ്റ് സംസ്ഥാനമാക്കി നമ്മളെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അവർക്ക് ശമ്പളം കൊടുക്കാനുള്ള പണം കൂടിയില്ല. വീണ്ടും കടമെടുത്തിട്ടാണ് ഓണം ബോണസ് കൊടുക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ കേരളത്തിന്റെ ബഡ്ജറ്റ് നോക്കിക്കോളൂ. എന്താ ഇതിൽ കാണുന്നത്? പലിശ, ഇൻട്രസ്റ്റ് റേറ്റ്, ഡെറ്റ് സർവീസിംഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ, അതും പെൻഷനും മാത്രം കൂട്ടിയാക്കിയാൽ ബഡ്ജറ്റിന്റെ ഭൂരിപക്ഷമായി. വികസനത്തിന് കാർഡ് 2 ഇരട്ടി ചെലവാക്കുന്നത് പലിശയിലും ഈ പെൻഷനിലും മാത്രമാണ്. അങ്ങനെയായ എങ്ങനെ കേരളം നന്നാവും? വികസനത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെലവാക്കാൻ കാശില്ലാത്തൊരു സംസ്ഥാനമായിട്ടാണ് നമ്മുടെ സർക്കാർ നമ്മളെ മാറ്റിയിരിക്കുന്നത്. പക്ഷേ അതിനെന്താ ഒരു സൊല്യൂഷൻ, ഒരു പരിഹാരം എങ്ങനെ കൊണ്ടുവരും? ടാക്സ് ചെയ്തിട്ട് സാധിക്കില്ല. കാരണം നമ്മളുടെ കേരളം ഇപ്പൊ തന്നെ ഇന്ത്യയിലെ എല്ലാം വെച്ച് കൂടുതൽ ടാക്സ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. നിങ്ങൾ സ്റ്റാമ്പ് ഡ്യൂട്ടി കൊടുക്കണതോ, ലാൻഡ് പേയ്മെന്റ് കൊടുക്കണതോ, പ്രോപ്പർട്ടി ടാക്സ് അടിക്കുന്നതോ ഒക്കെ വേറെ ഏത് സംസ്ഥാനത്തിനും ഇത്ര വലിയ ശതമാനം അടിക്കുന്നില്ല. സാധാരണ മലയാളികൾക്ക് ഇനിയും ടാക്സ് കൊടുക്കാനുള്ള കഴിവില്ല, ബലമില്ല. അപ്പൊ ടാക്സ് അല്ല സർക്കാരിന് വേണ്ടത്, റവന്യൂ ആണ് വേണ്ടത്. അതിനെന്താ മാർഗം? ഒരു സംശയം എന്റെ മനസ്സിലില്ല. നമ്മുടെ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരണം. ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് വെറും ഈ മുദ്രാവാക്യങ്ങളോട് നടക്കില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. ഇവരെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും വലിയൊരു ചടങ്ങ് നടത്തും, ബിസിനസ്സുകാരെ ക്ഷണിക്കും. പക്ഷേ അവർ വന്ന ശേഷം അവർ ഇൻവെസ്റ്റ്മെന്റ് ഈ സംസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടില്ല എന്നും സത്യമാണ്.